കടമറ്റത്തു കഥനാർ. മലബാറിലെ ആ മലനിരകൾക്ക് രാത്രിയിൽ മറ്റൊരു മുഖമാണ്. കോടമഞ്ഞു പുതച്ചു നിൽക്കുന്ന കുന്നുകൾക്കിടയിൽ ആ പഴയ പള്ളി ഒരു വലിയ നിഴലുപോലെ കാണപ്പെട്ടു. പകൽ മുഴുവൻ പള്ളിമുറ്റത്ത് കിളികൾക്ക് തീറ്റ കൊടുത്തും പരാതിയുമായി വരുന്നവരുടെ സങ്കടങ്ങൾ കേട്ടും നടന്നിരുന്ന കഥനാർ രാത്രിയായാൽ തികച്ചും മറ്റൊരു മനുഷ്യനാകും. അദ്ദേഹത്തിന്റെ കറുത്ത വസ്ത്രത്തിനു മുകളിൽ വീഴുന്ന നിലാവെളിച്ചത്തിനു പോലും ഒരു പ്രത്യേക ഗാംഭീര്യമുണ്ടായിരുന്നു. കഥനാർ നടക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ചെരുപ്പിന്റെ ശബ്ദം കേട്ട് കാറ്റിലെ മർമ്മരങ്ങൾ പോലും നിശബ്ദമാകുമെന്ന് ഗ്രാമവാസികൾ വിശ്വസിച്ചു. പെട്ടെന്നാണ് ആ നിശബ്ദതയെ ഭേദിച്ചുകൊണ്ട് ഒരു കരച്ചിൽ കേട്ടത്. അയൽപ്പക്കത്തെ തറവാട്ടിലെ കാരണവർ ഓടിക്കിതച്ചു പള്ളിയിലെത്തി. "അച്ഛാ, എന്റെ മകൾ, അവൾ നമ്മുടേതല്ലച്ഛാ. ആ ഇരുട്ടിൽ ആരോ അവളെ കൊണ്ടുപോയിരിക്കുന്നു." കഥനാർ ഒന്ന് പുഞ്ചിരിച്ചു. ആ ചിരിയിൽ ഒരു വലിയ ആശ്വാസമുണ്ടായിരുന്നു. അദ്ദേഹം തന്റെ ചെറിയ പ്രാർത്ഥനാപുസ്തകമെടുത്തു. ദൈവത്തിന്റെ വെളിച്ചമുള്ളിടത്ത് ഇരുട്ടിന് അധികനേരം നിൽക്കാനാവില്ല, അദ്ദേഹം പതുക്കെ പറഞ്ഞു. ആ വീട്ടിലെ മുറിയിലെത്തിയപ്പോൾ കണ്ട കാഴ്ച ഭയാനകമായിരുന്നു. അതുവരെ ശാന്തസ്വഭാവിയായിരുന്ന ആ പെൺകുട്ടി തീക്കനൽ പോലുള്ള കണ്ണുകളോടെ നിലത്തുകിടന്നു പുളയുന്നു. മുറിയുടെ കോണുകളിൽ കറുത്ത നിഴലുകൾ നൃത്തം ചെയ്യുന്നതുപോലെ തോന്നി. കഥനാർ ഒട്ടും പരിഭ്രമിച്ചില്ല. അദ്ദേഹം നിലത്ത് ഒരു കുരിശു വരച്ചു. ചുറ്റുമുള്ളവരൊക്കെ ഭയന്നു വിറച്ചപ്പോൾ അദ്ദേഹം കണ്ണുകളടച്ച് ശാന്തമായി പ്രാർത്ഥിക്കാൻ തുടങ്ങി. മുറിക്കുള്ളിൽ പെട്ടെന്നൊരു വലിയ കാറ്റു വീശി. വിളക്കുകൾ അണഞ്ഞു. കറുത്ത പുക മുറിയെ വിഴുങ്ങാൻ ശ്രമിച്ചപ്പോൾ ഇരുട്ടിൽ നിന്നൊരു ഗർജനമുയർന്നു. "കഥനാരേ, നീ വെറുമൊരു മനുഷ്യനല്ലേ? നിനക്കെങ്ങനെ ഞങ്ങളെ തടയാനാകും?" കഥനാർ തന്റെ പ്രാർത്ഥനാപുസ്തകം മുറുകെ പിടിച്ചു. അദ്ദേഹത്തിന്റെ സ്വരത്തിൽ ഒരിടിമുഴക്കത്തിന്റെ കരുത്തുണ്ടായിരുന്നു. "അതെ, ഞാൻ മനുഷ്യനാണ്, പക്ഷേ എന്നിലുള്ളത് ദൈവത്തിന്റെ കരുണയാണ്, ആ ശാന്തി." അദ്ദേഹം തന്റെ പുസ്തകത്തിലെ ആ വരികൾ ചൊല്ലിത്തീർത്തു. ഒടുവി ആമേൻ എന്നുരുവിട്ടതും ആ നിഴലുകൾ ദൂരെ കലിഞ്ഞില്ലാതായി. പെൺകുട്ടി ഒരു ദീർഘശ്വാസത്തോടെ ശാന്തയായി ഉറക്കത്തിലേക്ക് വീണു. എല്ലാം കഴിഞ്ഞ് പള്ളിയിലേക്ക് തിരികെ നടക്കുമ്പോൾ തറവാട്ടിലെ ആളുകൾ അദ്ദേഹത്തോട് ചോദിച്ചു, "അച്ഛാ, ഇത്രയും വലിയ ശക്തികൾക്കു മുന്നിൽ നിൽക്കാൻ നിങ്ങൾക്കെങ്ങനെ ഭയമില്ലാതെ സാധിക്കുന്നു?" നടന്നു നീങ്ങുന്നതിനിടയിൽ അദ്ദേഹം പറഞ്ഞു, "വിശ്വാസം ഒരു ചെറിയ വിളക്കുപോലെയാണ്. അതെത്ര ചെറുതാണെങ്കിലും അതിനു വലിയൊരിരുട്ടിനെ മായ്ക്കാൻ കഴിയും." ഇന്നും മലബാറിലെ മലനിരകളിൽ രാത്രി കാറ്റടിക്കുമ്പോൾ അത് കഥനാർ എന്ന ആ അത്ഭുത മനുഷ്യന്റെ കാവലാണെന്ന് ഇവിടത്തെ മണ്ണ് വിശ്വസിക്കുന്നു.